ഏകദേശം 3.5 മണിക്കൂറോളമായിരുന്നു പി.വി. അൻവർ നിലമ്പൂരിൽ തന്റെ സ്വന്തം തട്ടകത്തിൽ രാഷ്ട്രീയ നിലപാടുകൾ അല്ലെങ്കിൽ വിശദീകരണ യോഗം നടത്തിയിരുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് അദ്ദേഹം എപ്പോഴും പറയുന്ന പോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ CPM-നെതിരെയും പോലീസിലെ ചില പുഴുക്കുത്തുകളെയും തുറന്നു കാണിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം, അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായിരുന്നത്. താൻ ആരാണ്, തന്റെ നിലപാട് എന്താണ്, തന്റെ വ്യക്തിത്വം എന്താണ്, തന്റെ പാർട്ടിയോടുള്ള തന്റെ അഭിനിവേശം എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു അദ്ദേഹം വിശദീകരിച്ചത്. അതേസമയം അദ്ദേഹം പറയുന്നുണ്ട് LDF-ൽ നിന്ന് താൻ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു പാർട്ടിയിലേക്ക് ഇനി പോകുന്നില്ല എന്ന് വരെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല, സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല, ജനത്തോടൊപ്പം നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അതുല്യ രാമചന്ദ്രനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. അതുല്യ, എങ്ങനെയാണ് ഇതിന്റെ ഒരു ചുരുക്കം? ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 3.5 മണിക്കൂർ നീണ്ടുനിന്ന തൻ്റെ പ്രസംഗത്തിൽ അൻവർ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അദ്ദേഹത്തിൻ്റെ പുതിയ പാർട്ടിയെക്കുറിച്ചുള്ള ആ ഒരു വിശദാംശമായിരുന്നു. പുതിയ പാർട്ടി ഉണ്ടാക്കും എന്നുള്ള സൂചന നൽകിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പി.വി. അൻവർ MLA-യുടെ പ്രതികരണമെങ്കിലും ഇന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞത് പുതിയ പാർട്ടി ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ്. പുതിയൊരു പാർട്ടിയിലേക്ക് താനില്ല, തൻ്റെ പാർട്ടിയെ ചതിച്ചു എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ്. പ്രസ്ഥാനത്തെയും പ്രവർത്തകരെയും പാർട്ടിയെയും താൻ ചതിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ താനൊരു പുതിയ പാർട്ടി ഉണ്ടാക്കില്ല, മറിച്ച് ജനങ്ങളൊരു പാർട്ടിയായി മാറിയാൽ ആ പാർട്ടിക്കൊപ്പം ഉണ്ടാകും, അല്ലെങ്കിൽ കേരളം ഒരു പാർട്ടിയായി മാറിയാൽ താൻ മുന്നിലുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പുതിയ പാർട്ടി ഉണ്ടാക്കാത്തതിനൊരു കാരണം അദ്ദേഹം പറയുന്നത് തൻ്റെ പോക്ക് ജയിലിലേക്കാണ് എന്നാണ്. കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ഭൂമികയിലെ പുഴുക്കുത്തുകൾ തുറന്നു കാണിച്ചതിന്, ഈ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതിന്, ഇതെല്ലാം ചെയ്തതിൻ്റെ ഭാഗമായി താൻ ജയിലിൽ പോകാനാണ് ഇരിക്കുന്നത്. തൻ്റെ പോക്ക് ജയിലിലേക്കാണ്, വഴിയിൽ താൻ വെടികൊണ്ട് വീണേക്കാം, അതുകൊണ്ട് തന്നെ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ താൻ ഒരുക്കമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ തൻ്റെ പ്രസംഗത്തിലുടനീളം കുടുംബ പശ്ചാത്തലവും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരാനുണ്ടായ പശ്ചാത്തലമെല്ലാം വ്യക്തമായി വിശദീകരിച്ച ശേഷമായിരുന്നു അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് തന്നെ. ഈ പ്രസംഗത്തിലുടനീളം അദ്ദേഹം പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ഇതിനു മുൻപ് വെളിപ്പെടുത്തലുകളെല്ലാം നടത്തിയതിൻ്റെ കുറെ കൂടി വിശദമായ ഒരു രൂപമായിരുന്നു ഇന്ന് കേൾക്കാൻ സാധിച്ചത്. പാർട്ടിക്കുള്ളിൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു എന്ന് അദ്ദേഹം ദിവസങ്ങളായി ആവർത്തിക്കുന്നതാണ്. അത് ഏത് രീതിയിൽ അകന്നു, എന്താണ് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് വിശദീകരിക്കുകയുണ്ടായി. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ, പോലീസിനുമെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിമർശനങ്ങളെല്ലാം തന്നെ. തൻ്റെ ഈ 3.5 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ അദ്ദേഹം ഫോക്കസ് ചെയ്തത് മുഴുവൻ മുഖ്യമന്ത്രിക്കെതിരായ കാര്യങ്ങൾ, പാർട്ടിക്കെതിരായ കാര്യങ്ങൾ, മുഖ്യമന്ത്രി തന്നെ ചതിച്ചു എന്ന രീതിയിൽ ഏത് രീതിയിലാണ് മുഖ്യമന്ത്രി തന്നെ ചതിച്ചത് എന്ന് ജനങ്ങൾ അറിയണം എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കി, അതോടൊപ്പം തന്നെ താൻ ഏറ്റവും വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു, അദ്ദേഹം എന്നെ ചതിച്ചു എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നെ ഏത് രീതിയിലാണ് അദ്ദേഹം ചതിച്ചത് എന്ന് ജനങ്ങൾ അറിയേണ്ടതുണ്ടെന്ന്. ആ ഒരു വിശദീകരണമാണ് ഇന്ന് ലഭിച്ചത്. താൻ രണ്ടും കൽപ്പിച്ചൊരു പോരാട്ടത്തിന് ഇറങ്ങിയത് മുഖ്യമന്ത്രി തന്നെ കള്ളനാക്കിയപ്പോഴാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വന്തം വാപ്പയെ പോലെയാണ് അദ്ദേഹം പിണറായിയെ കണ്ടിരുന്നത്. വാപ്പയോട് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വാപ്പയോട് കാര്യങ്ങൾ പറയുന്നത് പോലെയാണ് താൻ അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടന്നത് 5 മിനിറ്റാണ് എന്നായിരുന്നു മാധ്യമങ്ങളിലെല്ലാം തന്നെ പുറത്തു വന്നിരുന്നത്. എന്നാൽ അന്ന് താൻ ഒന്നും തുറന്നു പറയാതിരുന്നതാണ്. തള്ളാണെന്ന് ആളുകൾ വിചാരിക്കും എന്നതിനാൽ തുറന്നു പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 37 മിനിറ്റ് നീണ്ടു നിന്ന കൂടിക്കാഴ്ചയാണ് താൻ പിണറായി വിജയനുമായി നടത്തിയത്. തൻ്റെ കയ്യിൽ 9ഓളം പേജുകളിലായി എഴുതിയ കാര്യങ്ങളുണ്ടായിരുന്നു. അത് മുഴുവൻ വായിച്ചു തീരാൻ തന്നെ 5 മിനിറ്റിലധികം വേണം. അതിനുശേഷം അതിൽ ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്തു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, പാർട്ടിയെക്കുറിച്ചും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനെ കുറിച്ചുമുള്ള പറയാനുള്ള വിമർശനങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി നേരിട്ട് പറഞ്ഞു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. തൻ്റെ വാപ്പയെപ്പോലെ കണ്ടിരുന്ന ഒരാളാണ്, രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും അധികം വിശ്വസിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു, അയാൾ തന്നെയാണ് തന്നെ കള്ളനാക്കിയത് എന്നാണ് പി.വി. അൻവർ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് താഴ്ന്നുവെന്നും ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ തകർന്നുവെന്നും ആ പ്രതിച്ഛായ തകർക്കാൻ കാരണം, അല്ലെങ്കിൽ പ്രതിച്ഛായ തകരാൻ കാരണം, മുഖ്യമന്ത്രിയോട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ചേംബറിന് തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ചേംബറിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ തകരാൻ കാരണം
അതിനകത്തുള്ളയാളാണെന്ന് താൻ പറഞ്ഞു എന്നും പി വി അൻവർ വ്യക്തമാക്കുന്നു. അപ്പോഴെല്ലാം അദ്ദേഹം അത് മനസ്സിലായതുപോലെ അല്ലെങ്കിൽ പി വി അൻവർ പറഞ്ഞതിനോട് യോജിക്കുന്ന രീതിയിലാണ് പ്രതികരിച്ചത്. അതിനുശേഷം താൻ സി എമ്മിൻ്റെ ചേംബറിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്ത് മാധ്യമങ്ങളുണ്ടായിരുന്നു. അവരോട് എന്ത് പറയും എന്ന് സി എമ്മിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞതെല്ലാം തുറന്നു പറയണം, ഇവിടെ എന്നോട് പറഞ്ഞതെല്ലാം തുറന്നു പറയണം എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം തനിക്കൊപ്പമുണ്ട്. താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, തൻ്റെ ആരോപണങ്ങളെല്ലാം മനസ്സിലാക്കി പി ശശി, പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ADGP അജിത് കുമാറും അടക്കമുള്ളവരുടെ ഉള്ളുകളികൾ മനസ്സിലാക്കിയെന്നാണ് താൻ വിചാരിച്ചതെന്നും എന്നാൽ ആ പ്രതികരണങ്ങളെല്ലാം തന്നെ തൻ്റെ ഉള്ളുലയ്ക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്നും അന്ന് മനസ്സിലായില്ല എന്നുമാണ് പി വി അൻവർ പറഞ്ഞത്. ഇത്തരത്തിൽ മുഖ്യമന്ത്രി തന്നെ തകർത്തു എന്ന രീതിയിൽ പാർട്ടിക്ക് വേണ്ടിയും മുഖ്യമന്ത്രിക്ക് വേണ്ടിയും രാജ്യത്ത് തന്നെ താൻ എത്രയോ അധികം ശത്രുക്കളെ ഉണ്ടാക്കി, പാർട്ടിക്ക് വേണ്ടി പോരാടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി നടന്ന തൻ്റെ വരുമാനം തന്നെ ഇല്ലാതായെന്നും ഇതാണോ ഈ പാർട്ടിയുടെ നീതി എന്നും അദ്ദേഹം ചോദിച്ചു. വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി ഇത്രയധികം പോരാടുകയും പാർട്ടിക്ക് വേണ്ടി ഈ രാജ്യത്ത് തന്നെ ഇത്രയധികം ശത്രുക്കളെ ഉണ്ടാക്കുകയും ചെയ്ത് ഇതാണോ ഈ പാർട്ടി അതിൻ്റെ ഒരു പ്രവർത്തകനോട് കാണിക്കേണ്ട നീതി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ തീർച്ചയായും അതുല്യ, അത് മാത്രമല്ല ഇതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് CPM-നും ഒപ്പം തന്നെ അതായത് LDF-നും UDF-നും ഒരുമിച്ച് ഒരു താക്കീത് നൽകുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് BJP കേരളത്തിൽ അധികാരത്തിൽ വരും, 2036 BJP അധികാരത്തിൽ വരും എന്നൊരു താക്കീത് കൂടി, ഒരു സൂചന കൂടി, ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും ഭദ്ര, അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ എല്ലാവർക്കും ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് അല്ലെങ്കിൽ എല്ലാവരും സൂക്ഷിച്ചോളൂ എന്ന് ആ വാക്കുപയോഗിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻക്ലാബ് വിളിക്കുന്നവരെ നിങ്ങൾ സൂക്ഷിച്ചോളൂ, ബോലോ തക്ബീർ വിളിക്കുന്നവരെ നിങ്ങൾ സൂക്ഷിച്ചോളൂ, ഭാരത് മാതാ കി ജയ് വിളിക്കുന്നവരെ നിങ്ങളും സൂക്ഷിച്ചോളൂ എന്നിങ്ങനെ അദ്ദേഹം എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ടി ഇടതുപക്ഷം അല്ലെങ്കിൽ LDF മാത്രമല്ല, ലീഗിൻ്റെ പ്രവർത്തകരായാലും കോൺഗ്രസിൻ്റെ പ്രവർത്തകരായാലും നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരായാലും നിങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചോളൂ എന്ന് അദ്ദേഹം അതിൽ എടുത്തു തന്നെ പറയുന്നുണ്ടായിരുന്നു. കാരണം 2036 ആകുമ്പോഴേക്കും BJP ഭരണം പിടിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു ഭരണ സംവിധാനത്തിനുള്ളിൽ നുഴഞ്ഞു കയറി അല്ലെങ്കിൽ പോലീസ് സേന പോലുള്ള ഒരു സേനയെ ഇൻഫിൽട്രേറ്റ് ചെയ്യാനാണ് BJP-യുടെ ശ്രമമെന്നും RSS-ന്റെ ശ്രമമെന്നും അതിൻ്റെ തെളിവുകൾ താൻ എത്രയോ തവണ അതിൻ്റെ തെളിവുകൾ താൻ ഹാജരാക്കിയതാണെന്നും പിണറായിയോട് തന്നെ നേരിട്ട് പറഞ്ഞതാണെന്നും അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ അദ്ദേഹം ആ ഇൻക്ലാബ് വിളിക്കുന്നവരോടും അതുപോലെ തന്നെ മറ്റ് എല്ലാവരോടും സൂക്ഷിക്കാൻ പറയുന്ന ആ ഒരു ഭാഗം വളരെ ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ചും ഇടതുപക്ഷം മാത്രമല്ല സൂക്ഷിക്കേണ്ടത്, ഒരു RSS അല്ലെങ്കിൽ RSS-യുമായി ബാന്ധവം ഉണ്ടാക്കുന്ന എല്ലാവരും സൂക്ഷിക്കേണ്ടത് തന്നെയാണ് എന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അവരുമായി സഖ്യം ചേരുന്ന അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ RSS എന്ന NDA എന്നൊരു മുന്നണിയുമായി തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു കൂട്ടുകെട്ടിന്, ഒരു ബാന്ധവത്തിന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ സൂക്ഷിച്ചുകൊള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് ഇടതുപക്ഷത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ LDF എന്നൊരു പാർട്ടിയെയോ മുന്നണിയെയോ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായല്ല, മറിച്ച് എല്ലാ പാർട്ടികളെയും RSS-നെതിരായി പോരാടണം എന്ന് പറയുന്ന എല്ലാ പാർട്ടികളെയും ബാധിക്കുന്ന ഒരു കാര്യമായി തന്നെയാണ് അദ്ദേഹം ആ ഒരു മുന്നറിയിപ്പ് പറയുന്നത്. 2036 ഒരു വ്യാഴവട്ടക്കാലത്തോടു കൂടി കേരളത്തിലെ ഭരണം പിടിക്കാനാണ് BJP-യുടെയും RSS-ന്റെയും ശ്രമം. അതിന് മറ്റ് മുന്നണികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിലടക്കം ഉള്ളിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ ആ ഒരു അവരുടെ ശ്രമത്തിന് കൂടുതൽ ഊർജ്ജമാവുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ മനഃപൂർവ്വം ബോധപൂർവം അല്ലെങ്കിൽ പോലും ഇടതുപക്ഷം അടക്കമുള്ള പാർട്ടികൾക്കുള്ളിൽ വരുന്ന ഈ മൂല്യച്യുതി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൽ വരുന്ന ഈ ഒരു ക്ഷയം എന്ന് പറയുന്നത് 2036 BJP-യെ അധികാര സ്ഥാനത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള വഴിവെട്ടുകയാണ് ചെയ്യുന്നതെന്നാണ് PV അൻവർ പറഞ്ഞു വെക്കുന്നത്. ഭദ്ര, ശരി, വ്യക്തമാണ് അതുല്യ. എന്തായാലും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും പോലീസിനും ഒക്കെ എതിരെ വലിയ രീതിയിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് PV അൻവർ MLA. സത്യം വിളിച്ചു പറഞ്ഞിട്ട് മുഖ്യമന്ത്രി തന്നെ കള്ളനാക്കുകയാണ് എന്ന് PV അൻവർ പറയുന്നുണ്ട്. 5 മിനിറ്റ് അല്ല 37 മിനിറ്റ് ഇരുന്ന് വിശദീകരിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ പിണറായിയുടെ പ്രതിച്ഛായ തകർത്തത് P ശശിയാണെന്നുള്ള ഗുരുതര ആരോപണം ഉന്നയിക്കുന്നു. കാലുവെട്ടിയാലും തിരിച്ചു വരുമെന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏവരും ഉറ്റുനോക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി. ഒരുപക്ഷെ ഈ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുമോ എന്നൊരു
കാര്യം എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു സൂചനയും അദ്ദേഹം നൽകുന്നില്ല. അദ്ദേഹം പറയുന്നത് താൻ സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കില്ല, ജനത്തോടൊപ്പം ജനം ഒരു പാർട്ടിയായി മാറുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു മുന്നറിയിപ്പ് നൽകുന്നത് 2036 BJP കേരളത്തിൽ അധികാരത്തിൽ വരും എന്നൊരു സൂചന കൂടി അദ്ദേഹം നൽകുകയാണ്. ഇത്തരത്തിൽ നിരവധി കാര്യങ്ങളാണ് ഇന്നിപ്പോൾ PV അൻവർ നിലമ്പൂരിൽ സ്വന്തം തട്ടകത്തിൽ അദ്ദേഹം പറയുന്നത്. തന്റെ ശക്തി പ്രകടനം കൂടിയായിരുന്നു അദ്ദേഹം നടത്തിയത്. എന്തായാലും ഒതുങ്ങിയിരിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പൊതുയോഗങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും കാണാൻ സാധിക്കുമെന്നും PV അൻവർ പറഞ്ഞു വയ്ക്കുന്നു. വിശ്വസിക്കുന്നു. അതുല്യ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെ വലിയ രീതിയിൽ അൻവർ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് സ്വർണ്ണക്കടത്തിന് പോലീസ് കൂട്ടുനിൽക്കുന്നു. ഒരുപക്ഷെ കാരിയർമാരെ തട്ടിക്കൊണ്ടുപോയി അവരിൽ നിന്ന് പോലും സ്വർണം തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത്രമാത്രം ക്രിമിനലുകളാണ് പോലീസ് സേനയിൽ, കേരളത്തിലെ പോലീസ് സേനയിൽ ഉള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഭദ്ര, PV അൻവർ തൻ്റെ ഈ ഒരു വെളിപ്പെടുത്തലിൻ്റെ ഈ ഒരു ശ്രേണി തുടങ്ങിയത് തന്നെ പോലീസിന് DGP MR അജിത് കുമാറിനും അന്നത്തെ മലപ്പുറം SP സുജിത് ദാസിനും സ്വർണ്ണക്കടത്തിലുള്ള പങ്ക് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ വെളിപ്പെടുത്തലുകളുടെ ഒരു പരമ്പര ആരംഭിച്ചത് തന്നെ. ഇന്ന് അതിൻ്റെ തന്നെ കുറച്ചുകൂടി തീവ്രമായ, കുറച്ചുകൂടി കുറച്ചുകൂടി വസ്തുനിഷ്ഠമായ, കുറെ കൂടി വസ്തുതകളിൽ ഊന്നി പറഞ്ഞുകൊണ്ടുള്ള അതിൻ്റെ തന്നെ മറ്റൊരു വേർഷനാണ് ഇന്ന് കണ്ടത്. വീഡിയോകളടക്കം പ്രദർശിപ്പിക്കാൻ ഇന്ന് നിരവധി തെളിവുകൾ പുറത്തുവിടുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇന്ന് നടക്കുന്ന വിശദീകരണ യോഗത്തിൽ നിരവധി തെളിവുകൾ പുറത്തുവിടുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അതിനുള്ള എല്ലാവിധ സന്നാഹങ്ങളുമായി തന്നെയാണ് എത്തിച്ചേർന്നിരുന്നതും. അദ്ദേഹത്തിന്റെ പൊതുയോഗം നടക്കുന്ന വേദിക്ക് സമീപമായി ഒരു LCD പ്രൊജക്ടറും ഈ വീഡിയോകൾ പ്രദർശിപ്പിക്കാനുള്ള മറ്റ് സാമഗ്രികളും എല്ലാം തയ്യാറായിരുന്നു. എന്നാൽ ഈ നിയന്ത്രിക്കാനാകാത്ത രീതിയിൽ ഒരു ജനക്കൂട്ടം തള്ളി വന്നപ്പോൾ പ്രദർശിപ്പിക്കാനുള്ള സാമഗ്രികൾ നഷ്ടമായതിനാലാണ് തനിക്കിന്ന് വേണ്ടത്ര തെളിവുകൾ പുറത്തുവിടാൻ കഴിയാതിരുന്നതെന്ന് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഇതിനു മുൻപ് നടത്തിയ വിശദീകരണത്തിൽ ഒരു പ്രൊജക്ടറിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്തിൽ 2 കാരിയർമാരുടെ അവരെ കുടുംബാംഗങ്ങൾക്കൊപ്പം വിളിച്ചിരുത്തിക്കൊണ്ട് അദ്ദേഹം അവരുമായി സംസാരിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് കേൾക്കാവുന്ന രീതിയിൽ തെളിവുകളായി തന്നെ പുറത്തുവിട്ടിരുന്നു. അത് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. അന്ന് ഇത്തരത്തിൽ 2 വീഡിയോകൾ താൻ തെളിവുകളായി തന്നെ നൽകിയിട്ടും സർക്കാർ എന്തുകൊണ്ട് അനങ്ങുന്നില്ല? ഒരു PV അൻവറിനെ ഈ കാരിയർമാരെ തിരഞ്ഞു കണ്ടുപിടിച്ച് അവരോട് സംസാരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ പോലീസിന് എന്തുകൊണ്ട് ഈ 2 കാരിയർമാരെ ഇത്ര കാലമായി പിടിക്കാൻ കഴിഞ്ഞില്ല എന്നതിൽ നിന്ന് തന്നെ സ്വർണ്ണക്കടത്തുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നതല്ലേ വ്യക്തമാകുന്നത് എന്നാണ് PV അൻവറിന്റെ ചോദ്യം. പ്രത്യേകിച്ചും കരിപ്പൂർ വിമാനത്താവളം വഴി കഴിഞ്ഞ 3 വർഷമായി ഈ തട്ടിപ്പ് നടന്നു വരികയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ നിലവിൽ നിലനിൽക്കുന്നത് ഈ പോലീസിന്റെ അപ്രമാദിത്വമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പോലീസ് സേനയുടെ ഒരു അപ്രമാദിത്വം കാരണം, അല്ലെങ്കിൽ പോലീസ് രാജ് ഇത്തരത്തിൽ ലോ ആൻഡ് ഓർഡർ നേരിട്ട് കൊണ്ടുപോകാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ളവരിൽ ADGP അജിത് കുമാറിനെ പോലുള്ളവരും ഇരിക്കുന്ന അത്രയും കാലം കേരളത്തിലൊരു ലോ ആൻഡ് ഓർഡർ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം പിണറായിയോട് നേരിട്ട് പറഞ്ഞു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കേരളം സ്ഫോടനാത്മകമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ അദ്ദേഹം നിരവധി തവണ കേരളം വെള്ളരിക്ക പട്ടണമായിരിക്കുന്നു, പോലീസിന്റെ ചെയ്തികളും അതുപോലെ തന്നെ അതിന് കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളും കാരണം കേരളം വെള്ളരിക്ക പട്ടണമായിരിക്കുന്നെന്ന് അദ്ദേഹം പല ആവർത്തി തന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. പോലീസ് സേനയുടെ 25% കൊള്ളയും കൊലപാതകവുമായി നടക്കുന്നവരാണ്. സ്വർണ്ണക്കടത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ വരെ, നിരപരാധികളെ കൊല ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കരിപ്പൂർ എയർപോർട്ട് വഴി കഴിഞ്ഞ 3 വർഷമായി ഈ തട്ടിപ്പ് നിരന്തരം നടന്നു വരികയാണ്. അത് തനിക്ക് മനസ്സിലായിട്ടും ഉന്നതർക്ക് മനസ്സിലാകാത്തതുപോലെ നടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എയർപോർട്ടിനകത്ത് ഇത്ര വലിയ സെക്യൂരിറ്റി ഉണ്ടായിട്ടും എയർപോർട്ടിനുള്ളിൽ നിന്ന് സ്വർണം പിടിക്കാതെ ആ സ്വർണം എയർപോർട്ടിന് പുറത്തേക്ക് വരികയും പുറത്ത് നേരത്തെ കാത്തു നിൽക്കുന്ന SP സുജിത് ദാസ് അടക്കമുള്ളവരുടെ സംഘം ആ സ്വർണം പിടിക്കുകയും ചെയ്യുന്നു. ആ പിടിച്ചെടുത്ത സ്വർണവുമായി അവർ പോകുന്നത് സ്വർണ്ണപ്പണിക്കാരുടെ അടുത്തേക്കാണ്. അവിടെ ആ സ്വർണം ഉരുക്കിയ സ്വർണത്തിൽ നിന്നൊരു ഭാഗം ഈ പോലീസ് തന്നെ അടിച്ചു മാറ്റുകയാണ് എന്നാണ് PV അൻവർ പറയുന്നത്. കേരളത്തിന്റെ പൊതുമുതലിലേക്ക്, കേരളത്തിന്റെ ഖജനാവിലേക്ക് വരേണ്ടിയിരുന്ന ആ സ്വർണം അതുല്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ പോലീസിനെതിരെയും രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് PV അൻവർ ഇന്ന് കാര്യങ്ങൾ പറയുന്നത്.
അതോടൊപ്പം തന്നെ അതുല്യ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഇനി തെളിവുകളൊന്നും തന്നെ ആ, മറ്റൊരാൾക്കും കൈമാറുകയില്ല, പകരം ജുഡീഷ്യറിക്ക് കൈമാറുമെന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ ഒരു വാർത്ത എങ്ങനെയാണ്? ഭദ്ര, ഇതിനു മുൻപ് അദ്ദേഹം നിരവധി തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ വാർത്താ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത യോഗങ്ങളിലാണ് ആ തെളിവുകൾ പുറത്തുവിട്ടിരുന്നത്. അതിനെതിരായി വ്യാപകമായ വിമർശനവും ഉയർന്നിരുന്നു. ആദ്യം പാർട്ടിക്കുള്ളിൽ നിന്നും അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം തെളിവുകൾ പുറത്തുവിട്ട രീതികളെ അവലംബിച്ചുകൊണ്ടും അദ്ദേഹത്തിനെതിരെ ഫോൺ ചോർത്തിയതിനൊരു കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ അന്വേഷണവും നടക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ തെളിവുകൾ ഇനി നേരിട്ടൊരു ജുഡീഷ്യൽ സിസ്റ്റത്തിന് മുന്നിൽ, ഒരു നിയമ സംവിധാനത്തിന് മുന്നിൽ മാത്രമേ സമർപ്പിക്കൂ അല്ലെങ്കിൽ നൽകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിൽ പല മാധ്യമങ്ങൾക്കും അദ്ദേഹം ഈ തെളിവുകളുടെ ലിങ്ക് നൽകിയിരുന്നു. വാട്സപ്പ് വീഡിയോകളായും അദ്ദേഹം നടത്തിയ അഭിമുഖങ്ങളുടെ ലിങ്കും അദ്ദേഹം പല മാധ്യമങ്ങൾക്കും നൽകിയിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ അജിത് കുമാർ ADGP MR അജിത് കുമാർ തിരുവനന്തപുരത്ത് പണിയുന്ന വീടിൻ്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ടുകൾ മുതൽ എല്ലാം അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഇതിലൊന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇവയെ തെളിവുകളായി കണക്കാക്കാൻ പോലും നിലവിലെ സംവിധാനം തയ്യാറായിരുന്നില്ല. ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ എവിഡൻസ് എന്ന രീതിയിൽ ഇവയെ കണക്കാക്കാം എന്ന നിയമം ഉണ്ടായിരിക്കവേ ഇവയെ ഒന്നിലും ഈ ആരോപണങ്ങളെ വിലവെക്കുന്നത് പോയി ഈ തെളിവുകളായി കണക്കാക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ളൊരു സമീപനമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി നേരിട്ട നിയമ സംവിധാനത്തിന് മുന്നിൽ മാത്രമായിരിക്കും ഇത്തരത്തിൽ തെളിവുകൾ ഹാജരാക്കുക. അതുവഴി കുറച്ചുകൂടി ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടി വിശ്വാസയോഗ്യതയും അതുപോലെ തന്നെ ഒരു നിയമ പരിരക്ഷയും ഈ തെളിവുകൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇനി ഒരു നിയമത്തിൻ്റെ വഴിയിലൂടെ അതാത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഒരു ജുഡീഷ്യൽ സംവിധാനത്തിൽ കൃത്യമായ ഒരു ലോ ആൻഡ് ഓർഡർ ലെജിസ്ലേറ്റീവ് സിസ്റ്റത്തിലൂടെ മാത്രമായിരിക്കും താൻ തെളിവുകൾ ഇനി പുറത്തുവിടുകയുള്ളൂ എന്നും അദ്ദേഹം ഇന്ന് പറയുകയുണ്ടായി. ഭദ്ര, ശരി, വ്യക്തമാണ് അതുല്യ. എന്തായാലും വലിയ രീതിയിലുള്ള ആഞ്ഞടിക്കൽ തന്നെയാണ് ഇന്ന് നിലമ്പൂരിൽ സ്വന്തം തട്ടകത്തിൽ PV അൻവർ MLA നടത്തിയിട്ടുള്ളത്. പോലീസിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ തന്നെ വലിയ വിമർശനം ഉന്നയിക്കുന്നു. ഏറ്റവും സുപ്രധാനം, അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ 2036 ആകുമ്പോഴേക്കും BJP അധികാരത്തിൽ വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുകയാണ്. തന്നെ ഒരു പക്ഷേ തനിക്ക് വെടിയേറ്റ് വീണേക്കാം, എന്നിരുന്നാൽ പോലും മറ്റൊരു അൻവർ ഉയർത്തുവരുമെന്ന് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ നിലനിൽക്കുന്നത്, ജനങ്ങളോടാണ് തനിക്ക് സംസാരിക്കാനുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഇനി തെളിവുകളൊന്നും തന്നെ മറ്റാർക്കും കൈമാറില്ല, പകരം അത് ജുഡീഷ്യറിക്ക് മുന്നിൽ എത്തട്ടെ എന്നും അദ്ദേഹം പറയുന്നു.